എന്നോടെന്തിനി പിണക്കം എന്നും എന്തിനാണെന്നോട് അതായത് വേറെ ഒന്നുമല്ല, ഇന്ന് ഒരു സെലിബ്രിറ്റികളുടെ അമ്മ, അതായത് 4 പെൺകുട്ടികളുടെ അമ്മ, നമ്മുടെ കൃഷ്ണകുമാറിൻ്റെ ഭാര്യ പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ പെൺമക്കളെല്ലാം എന്നിൽ നിന്നും കൈവിട്ടു പോയി എന്നുള്ളത്. ഞാൻ പറഞ്ഞാലൊന്നും അവർ കേൾക്കത്തില്ല, അവരൊക്കെ അവരുടെ ഇഷ്ടത്തിന് മാത്രമാണ് ജീവിക്കത്തുള്ളൂ എന്ന് പറയുന്ന ഒരമ്മയെ കണ്ടു. എൻ്റെ പൊന്ന സഹോദരിയെ, നിങ്ങൾ ആദ്യം തന്നെ എന്താണെന്ന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മക്കളോട് ആദ്യം പറഞ്ഞു കൊടുക്കണം, ഇന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതായത് പൈസ ഇഷ്ടം പോലെ തന്തയും തള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, നിങ്ങൾക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഇഷ്ടം പോലെ പൈസയും കിട്ടുന്നുണ്ട്. എന്നിട്ടും എന്തിനാണ് ഈ കോപ്രായങ്ങൾ എന്ന് ചോദിക്കുക തന്നെ വേണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അമ്മയെ അമ്മ എന്ന് വിളിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോഴേ അത് കൃത്യമായിട്ട് തിരുത്തി കൊടുക്കണം. മോളെ, ഞാനൊക്കെ ഈ പ്രായം കഴിഞ്ഞിട്ടാണ് വന്നത്, ഞാനൊക്കെ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ നിന്നെ പോലെയല്ല ചെയ്തത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. അതെങ്ങനെയാ ഇതെന്ന് പറയുന്നത്? ഒരു എന്താ പറയണ്ടത്, ഇതെന്തോ ഒരു സംഭവം പോലെയല്ലേ, ബാക്കി എല്ലാവർക്കും മക്കളില്ല, നമ്മളെന്തോ വലിയ സംഭവം പോലെയാ വളർത്തിയത് എന്നൊക്കെയാണ് ഈ അമ്മയും വിചാരിക്കുന്നത്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, എല്ലാവരും ഇതിനെക്കാട്ടി 5, 6 മമ്മിളൊക്കെ വളർന്ന വീടുണ്ടായിരുന്നു. അത് നിങ്ങൾ ആലോചിച്ച് നോക്ക്. അതാണ് മനസ്സിലാക്കേണ്ടത്. അത് അന്തസ്സായിട്ട് ജീവിക്കുന്നവരുമുണ്ട്. ഇവിടെ ഇപ്പോഴും എന്താണ്, എന്തെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കണം. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നോക്കും, ഇന്ന് എന്താണ് വിവാദം ഉണ്ടാക്കുക. ഏതായാലും അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ശരി, എന്നാൽ ഇന്ന് അശ്വിൻ്റെ വീട്ടുകാരെ പറയാം, അല്ലെങ്കിൽ ഇന്ന് മറ്റൊരു വീട്ടുകാരെ പറയാം, വലിയ ഭർത്താവിൻ്റെ എന്തെങ്കിലും കുറ്റം കുറവും പറയാം. ഇങ്ങനെയൊക്കെ കരുതിയിട്ടാണ് ഇവരൊക്കെ എഴുന്നേൽക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവർക്കൊക്കെ വേണ്ടത് കണ്ടന്റ് മാത്രമാണ്. എൻ്റെ പൊന്ന സഹോദരി, കണ്ടന്റ് മാത്രമല്ല ജീവിതം എന്ന് പറഞ്ഞാൽ. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പലതും ഉണ്ട്. കാരണം കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് പേരെ വിഷമിപ്പിക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോഴും നിങ്ങളുടെ മകള് കാണിച്ചിരിക്കുന്ന ഒരു കണ്ടന്റ് കാരണം ആ ഒരു പയ്യന്റെ മാതാപിതാക്കള് എത്രമാത്രം സമൂഹത്തിന്റെ മുന്നിൽ നാണം കെട്ടു, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് അവർ പൈസ വാങ്ങിച്ചവരായി, അവര് മകനെ എന്താന്ന് പറയണ്ട, അതിൻ്റെ അകത്തൊരു കമന്റ് വന്നിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മകനെ നിങ്ങൾ പൈസ വാങ്ങിച്ചിട്ട് അവർക്ക് കൊടുക്കുക ചെയ്തത്, ആ ചെറുക്കൻ അവിടെ അടിമയാണ് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ പണിയെടുത്തിട്ട് ആ ചെറുക്കൻ്റെ നട്ടലൂരി എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റുകളും കാര്യങ്ങളൊക്കെ വരാനുള്ള കാരണം എന്താ? നിങ്ങളുടെ മകളുടെ കണ്ടന്റ് തന്നെ, അല്ലാതെ വേറെയൊന്നുമല്ല. മകൾക്ക് വേണ്ടതെന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്ത് കണ്ടന്റ് അത് കിട്ടുക, ഇതെന്നൊക്കെ നടക്കുന്നത്. ഒരു കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് എന്താ വെച്ചാൽ, കണ്ടന്റ് അല്ല ജീവിതം. ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നീണ്ട് കിടക്കുകയല്ലേ. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടന്റ്, അതുപോലെ തന്നെ ഇല്ലാത്ത കാര്യങ്ങളോ പറയാ, എന്നിട്ട് എന്തോ ഒരു സംഭവം പോലെ ഞാൻ ഇങ്ങനെ ജീവിക്കത്തുള്ളൂ, താൻ ഇങ്ങനെ ജീവിച്ചാൽ മതി, എന്തൊക്കെ ബഹളങ്ങളാണ് ചെയ്യുന്നത്. ഇതൊക്കെ കണ്ടിട്ട് നാട്ടുകാർക്ക് എന്താ പിന്നെ തോന്നേണ്ടത്? ഇപ്പം തന്നെ കാണുന്നില്ലായിരുന്നു, നാട്ടുകാരെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ബെർത്തില്ലേ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു വാക്ക് മതി. പണ്ടേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവും കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മിടുക്കൻ തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ, കുഴി കുത്തിയിട്ട് ചോറ് കൊടുക്കുന്ന ടീം എന്ന് പറഞ്ഞ ആളാണ് അത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ, കുഴി കുത്തിയിട്ട് എൻ്റെ തറവാട്ടിൽ ചോറ് വിളമ്പി കൊടുക്കലുണ്ടെന്ന്. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്ന ആൾ തന്നെയാണ്. പിന്നെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കണ്ടന്റ് മാത്രമല്ല ജീവിതം, റീല് മാത്രമല്ല ജീവിതം. എൻ്റെ മകനെ ഞാൻ ഇങ്ങനെ വളർത്തത്തുള്ളൂ, എൻ്റെ മകളെ ഞാൻ ഇങ്ങനെ വളർത്തത്തുള്ളൂ. ഇപ്പോഴും ഈ അമ്മ ചെയ്ത കാര്യം തന്നെയാണ് ആ പെണ്ണും പറയുന്നത്. അതായത് മകള് എന്ന് പറയുന്ന ദിയാകൃഷ പറയുന്നത്, എൻ്റെ മകനെയും ഞാൻ ഇതുപോലെ തന്നെയാണ് വളർത്തുക. അതായത് അച്ഛൻ അവിടെ എന്താ വെച്ചാൽ, അശ്വിൻ എന്ന് പറയുന്ന ഒരുത്തൻ അതിൻ്റെ അച്ഛനാണ്, അതിന് ഒരു അഭിപ്രായവും ഇല്ല, അതങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കലാണ്. എന്നാൽ പിന്നെ തിരുത്തണ്ടേ, ഇങ്ങനെ വളർത്തരുത്. അതായത് വീട്ടിൽ പോകണം, വീട്ടുകാരെ എല്ലാവരെയും കാണിക്കണം, സ്നേഹം കാണിക്കണം, ഇതൊക്കെയല്ലേ പറയേണ്ടത്. ഇതെന്ന് പറയുന്നത് എന്താ അറിയാ, ഇങ്ങനെ അങ്ങ് വളർത്തി വിട്ടു, അവർക്ക് ഒരു ഉപദേശവും കൊടുത്തിട്ടില്ല. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാ ഇതിനും അധികാരം കൊടുത്തു എന്ന് പറഞ്ഞപ്പോഴേ സബ്സ്ക്രിപ്ഷനിലൂടെ നമ്മൾ കണ്ടതല്ലേ എന്തെല്ലാം കോപ്രായങ്ങളാണ് കാണിച്ചത്. നിങ്ങൾക്ക് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോറായി തോന്നിയില്ലേ? എത്രമാത്രം ഫോൺ കോളുകൾ ഈ പിന്നെ എന്താ പറയുക, ഈ അമ്മയ്ക്ക് വേണ്ടിയിട്ട് വന്നു. അമ്മയോട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു ഫോൺ കോൾ എടുത്തോ? അത് പല ആൾക്കാരും പറയുന്നത് വെച്ചാൽ, നിങ്ങൾ സിന്ധു എന്ന് പറയുന്ന സിന്ധു കൃഷ്ണകുമാർ ഒരു കോള് പോലും ഇപ്പോഴും അറ്റൻഡ് ചെയ്യാറില്ല. കാരണം എന്താ വെച്ചാൽ, അവരെന്താണ് പറയേണ്ടത്? അവർ നാട്ടുകാരോട് എന്താ പറയേണ്ടത്? തൻ്റെ മകൾ ഇങ്ങനെ കാണിക്കുന്ന പോക്കരത്തരത്തിനെ പറ്റി പറയാൻ കഴിയോ? അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും അവരോട് പറയാ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു സിസ്റ്റം ഉണ്ട്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമുക്കൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ തന്നെയാണ് എല്ലാവരും ജീവിക്കുന്നത്. അല്ലാതെ എനിക്കൊന്നുമില്ല, എന്നെ എന്തു പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല, എന്നെ വേണമെങ്കിലും നിങ്ങൾ എന്തു വേണമെങ്കിലും പറഞ്ഞോ എന്നിട്ട് അങ്ങനെ ജീവിക്കുന്നവരില്ലേ, അതൊരു തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ അതൊരു കുടുംബ മഹിമയുള്ള ഒരു ജീവിതമൊന്നുമല്ല. എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്തു ചെയ്യും? ചേച്ചി തന്നെ പറയുകയാണ്, അമ്മ അത് അനുജത്തിയുടെ വീഡിയോ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിന്ന്.
മനസ്സിലായി? നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക, നമ്മളാണെങ്കിൽ ഒന്ന് എന്താ ചെയ്യുക, അവിടെ പോയിട്ട് അത് കൃത്യമായിട്ട് ഒന്ന് കൊടുക്കൂലേ? അത് തന്നെയല്ലേ ചെയ്യേണ്ടത്. ഇമാതിരി പോക്രിത്തരം ചെയ്യരുത് എന്നല്ലേ പറയേണ്ടത്. പക്ഷെ അതല്ല, അവിടെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം എന്തോ സ്റ്റാർഡം ലെവലിലാണ്, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, അങ്ങനെ ഒരു പ്രത്യേക ഇതാണ്. എന്നാൽ നേരെ മറിച്ച് വേറൊരു കാര്യം കൂടി പറയേ, ഒരുപാട് സെലിബ്രിറ്റികൾക്ക് മക്കളുണ്ട്. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, കൃഷ്ണകുമാർ എന്ന് പറയുന്ന സെലിബ്രിറ്റിക്ക് മാത്രമല്ല, തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നത് 2 പെൺമക്കൾ മറ്റേ നമ്മുടെ എന്നാലും അയാൾക്കുണ്ട് എന്ന് വെച്ചിട്ട് ആ കുട്ടികളൊക്കെ എവിടെയെങ്കിലും പോയിട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ പോക്രിത്തരം കാണിക്കുന്നുണ്ട്? ഒന്നുമില്ലല്ലോ. വളരെ ഡീസൻ്റ് ആയിട്ടല്ലേ അവരൊക്കെ കണ്ടന്റിന് വേണ്ടിയല്ലേ ജീവിക്കുന്നത്. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വീഡിയോ ഓടാനുള്ള എന്തെങ്കിലും ഒരു കാര്യം, പിന്നെ 4 ആളെ കൊണ്ട് തെറി വിളിപ്പിക്കണം, പിന്നെ 4 ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇവരെ പറ്റിയിട്ട് എന്തെങ്കിലും മോശം പറയണം. കാരണം ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാലും ഒക്കെ എന്ന് പറഞ്ഞ ആളുണ്ടാകും. പിന്നെ ഇന്നലെ എനിക്കൊരു കമൻറ്റ് വന്നതാണ്, എന്താ അവരെങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ, തനിക്കെന്താടോ എന്ന് ചോദിച്ചിട്ട് ഒരു കമൻറ്റ് വന്നതാണ്. എൻ്റെ പൊന്ന സഹോദരി, ഒരു കാര്യം പറയാം, അമേരിക്കയിൽ നിന്ന് വന്ന കമൻറ്റാണ്. അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ ധാർഷ്ട്യം ഉണ്ടാവും കുറച്ച്. അതുകൊണ്ട് ആ സഹോദരിയോട് ഞാൻ പറയുകയാണ്, എൻ്റെ പൊന്നു പെങ്ങളെ അവരുടെ വീട്ടിൽ പോയിട്ട് എത്തി നോക്കിയതൊന്നും അല്ല ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പല സന്ദർഭങ്ങളിലും യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്ക് ഇങ്ങനെയുള്ള സമൂഹ മാധ്യമങ്ങളിൽ അവർ പോസ്റ്റ് ചെയ്ത വീഡിയോ തന്നെയാണ്. ആ വീഡിയോ ആണ് ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടിട്ട് ആഹാ കൊള്ളാം, നല്ലത്, ആഹാ കൊള്ളാം, ലൈക്ക്, ഇതൊന്നും ചെയ്യാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. ഇതെന്താ, നിങ്ങൾ കമൻ്റ് എഴുതുന്ന അതേ അധികാരം തന്നെ നമുക്കിതിനെ പറ്റി നമ്മുടെ അഭിപ്രായം പറയാനുണ്ട്. നമ്മളവരെ പറ്റിയിട്ട് എന്താ വേറെ എന്തൊക്കെ പറയുന്നുണ്ടോ? അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ലതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളത്തെ തലമുറയും ഇത് അനുസരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇവരെയൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഫാമിലി വ്ളോഗേഴ്സിനെ ഫോളോ ചെയ്തിട്ട് അവരൊക്കെ നശിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവരെ മാത്രം കുറ്റം പറയുന്നില്ല, വേറെയും ഒരുപാട് ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്, പലതും ചെയ്യുന്നവരുണ്ട്. കുറച്ച് വ്യൂസ് കുറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ ചെയ്യുന്ന കുറേ തെണ്ടിത്തരങ്ങളുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്നാ ചെയ്തോട്ടെ എന്ന് കരുതിയിട്ട് നിൽക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെയും ചിലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുണ്ട്, അവരൊക്കെ ഇത് കാണുന്നതാണ്. അവർ കണ്ടു കഴിഞ്ഞാൽ അതേ വഴി പോകും എന്നുള്ള ഒരു ബോധം ഉള്ളത് കൊണ്ട് തന്നെയാണ് സമൂഹത്തിന് വേണ്ടിയിട്ടെങ്കിലും ഒരു 2 വാക്ക് പറയണം. ഇത് കണ്ടിട്ടെങ്കിലും മനസ്സിലാക്കണം. ഇപ്പോഴും കൃത്യമായിട്ട് ആ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് അമ്മായിയമ്മയെ ഈ വഴിന്ന് വന്ന സ്ത്രീ അല്ല. അവരെന്ന് പറയുന്നത് അവർക്ക് അതിൻ്റെതായ അധികാരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ പണം ഇച്ചിരി കുറവായിരിക്കും, അതുപോലെ തന്നെ സൗന്ദര്യം ഇച്ചിരി കുറവായിരിക്കും. പക്ഷേ അവർക്ക് അവരുടേതായ ഒരിതുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭർത്താവ് ഈ അമ്മയുടെ മകനാണ്. അതുപോലെ ആ കൊച്ചുമോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെയും കൊച്ചുമോനാണ്. അങ്ങനെയുള്ള അധികാരമുണ്ട്. അതൊന്നും ഒരു പണത്തിനൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും മറച്ചു വെക്കാൻ പറ്റൂല. എത്ര നമ്മളിപ്പോൾ കുന്നുകൂട്ടി വെച്ചിരിക്കുന്ന പണം ഉണ്ടായാലും അവരുടെ ആ ബന്ധം എന്ന് പറയുന്നത് അതൊന്നും മറച്ചു വെക്കാൻ പറ്റൂല. ചിലപ്പോൾ കൂടിയിരുന്ന ആ ചെറുക്കനുണ്ടാവും, അവൻ പറയും ചിലപ്പോൾ, അതായത് അവർ വേറെ ഞാൻ വേറെ എന്നൊക്കെ അവൻ പറയും. കാരണം എന്താ, അവൻ അത്രയേ ഉള്ളൂ വില. അവൻ ആ ഒരു ഇതുണ്ടെങ്കിൽ അവൻ കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മറുപടി തരത്തില്ലേ. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നല്ലോ എന്തിനാണോ കുടുംബം തകർക്കുന്നതെന്നാണ്. പക്ഷെ ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുന്നതിലും നല്ലത് അങ്ങനെ തകർന്നത് നല്ലത്. മനസ്സിലാക്കണം നിങ്ങൾ. അതായത് സ്വന്തം അമ്മയെ പറ്റിയും അച്ഛനെ പറ്റിയിട്ടും അവർക്ക് കൊടുത്ത സഹായങ്ങളെ പറ്റിയിട്ടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതൊരു വലിയ നാണക്കേട് തന്നെയാണ്. അതുകൊണ്ട് സിന്ധു കൃഷ്ണയോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയൊക്കെ നേർവഴിക്ക് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക. അവരോടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇനി മനസ്സിലാക്കി കൊടുത്തിട്ടും വലിയ കാര്യമുണ്ട് തോന്നുന്നില്ല. കാരണം ഇളയ പെൺകുട്ടിയാണ് ഇത് കാണിച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ഇടയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഒരുപാട് പ്രൊമോഷൻസ് ഉണ്ടെന്നേ. അതായത് നമ്മളൊക്കെ പൊട്ടന്മാരെ പോലെ ഇങ്ങനെ കാണുന്നതേ ഉള്ളൂ. ഇവർക്ക് ഇതിൻ്റെ ഇടയിലൂടെ ബ്രാൻഡുകളും കാര്യങ്ങളും ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ അന്നത്തേതെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ പരസ്യമായിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ ചെയ്യാൻ എല്ലാവരും പിന്നെ ഇതാകും. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വരികയാണ് ചെയ്യുക. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനിയെങ്കിലും മക്കൾക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കുക. ഇതൊന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു കാര്യമല്ല, മോശം കാര്യം തന്നെയാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബൈ ബൈ.